ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞത് ഇന്നത്തെ വിശേഷം അല്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ഗ്യാപ്പ് ഇട്ടു. കാരണം വേറൊന്നുമല്ല, നമ്മുടെ കഥയിനേക്കാൾ ഒത്തിരി മുമ്പിലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നാളത്തെ ഒറിജിനൽ വിശേഷം തന്നെയാണ്. അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് കിടക്കാം. ഇന്ന് രാവിലെ തന്നെ ഞാൻ വിശേഷം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഫുൾ വിശേഷം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ കയറി കാണുക. അപ്പൊ അതിന്റെ ബാലൻസ് ആട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ സച്ചി എല്ലാം തകർന്ന് രേവതിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി രേവതി മാത്രമേ നമ്മുടെ സച്ചിക്ക് ഒരു ആശ്രയമുള്ളൂ, ബാക്കി എല്ലാം തീർന്നു. അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ വയറുവേദനയും വയറ്റിൽ നിന്നൊക്കെ ഒഴിച്ചിലൊക്കെ ആയിട്ട് അവിടെ കിടക്കുകയാണ്. ഡോക്ടർ വന്ന് മരുന്നൊക്കെ കൊടുത്തു. ഏതായാലും നാളെ രാവിലെ നമ്മുടെ സച്ചി ഫസ്റ്റ് പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ചെന്ന് ആ ഒരു കാറിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക. കാറിലെ പൊടി വീണതും ഒക്കെ ഇങ്ങനെ തൂത്തൊക്കെ കളഞ്ഞ് തന്റെ കാറിനെ നോക്കി നിൽക്കുന്ന ഒരു സീൻ ആദ്യം കാണുന്നത്. എന്നിട്ട് കാറിന്റെ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു പോലീസുകാരൻ വന്നിട്ട് ഡോ 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 താനെന്താടോ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, അതെ സാറേ, ഇതെന്റെ വണ്ടിയാ. ഇതെന്റെ വണ്ടിയല്ല, ഇതെന്റെ ജീവനാ. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? അത് പിന്നെ സാറേ, എന്റെ വണ്ടി എനിക്ക് വിട്ടുതാ സാറേ. ഞാൻ ഇന്നലെ കാലും കൈയും പിടിച്ച് പറഞ്ഞതല്ലേ, ഞാൻ മദ്യപിച്ചിട്ടില്ല സാറേ. ഞാൻ മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കാറില്ല സാറേ. അത് എവിടെ വേണമെങ്കിലും വന്ന് തെളിയിക്കാം. എന്താ സാറേ ഇത് എന്ന് ചോദിച്ചപ്പം, താനിനി തെളിയിക്കുമൊന്നും വേണ്ടടോ. തന്റെ വീഡിയോ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ ഇനിയിപ്പോ എന്ത് തെളിയിക്കാനാണ്? ഇതങ്ങേ മേളീന്നുള്ള കേസാ. അതുകൊണ്ട് ഇപ്പം തൽക്കാലം വണ്ടി വിട്ടു തരുന്നു തോന്നില്ല. പിന്നെ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ SI ഇല്ല. SI വന്നു കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഒരു കാര്യം ചെയ്യ്, താന് ഒന്നെങ്കിൽ ഇപ്പം, അത് കഴിഞ്ഞിട്ട് പിന്നെ വാ. അല്ലാതെ ഇവിടെ കിടന്ന് കറങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ, പ്ലീസ് സാറേ, എൻ്റെ വണ്ടി ഇല്ലാതെ ഞാൻ പോവില്ല സാറേ. എൻ്റെ ആകെയുള്ള ജീവിത വരുമാന മാർഗ എന്നെ ഭാര്യ എനിക്ക് മേടിച്ചു തന്ന വണ്ടിയാ. ഓഹോ, തന്റെ ഭാര്യ മേടിച്ചു തന്ന വണ്ടിയിലാണോ താൻ കള്ളു കുടിച്ച് നടക്കുന്നത്? തന്നെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പെണ്ണൊക്കെ അനുഭവിക്കുന്നതിന് തനിക്കൊക്കെ ഇതല്ല, ഇതിനപ്പുറം കിട്ടും എന്ന് പറഞ്ഞപ്പം, അയ്യോ സാറേ, പ്ലീസ് സാറേ, ഞാൻ എൻ്റെ ഭാര്യനെ പൊന്നുപോലെ നോക്കുന്നത്. ഒരിക്കലും ഞാൻ മദ്യപിച്ച് വണ്ടി ഓടിക്കില്ല സാറേ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറി ചെല്ലുക. പോലീസിലെ അവിടെ ഉള്ള ഓഫീസർമാരൊക്കെ എന്തോ തിരക്കും കാര്യങ്ങളൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. സച്ചി ആണെങ്കിലോ കാലും കൈയും പിടിച്ച് പ്ലീസ് സാറേ പ്ലീസ് സാറേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഏറ്റവും ലാസ്റ്റ് സഹി കേട്ട് കേട്ടോ. അപ്പൊ സഹി, അതായത് കുറെ പ്രാവശ്യം ഇങ്ങനെ പ്ലീസ് സാറേ, വണ്ടി സാറേ എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാർക്കും സ്വാഭാവികമായിട്ട് ദേഷ്യം വരുമല്ലോ. അപ്പൊ അതിലുള്ള ഒരു പോലീസുകാരൻ പറഞ്ഞു, എന്റെ പൊന്നോ, ഒന്ന് നിർത്തുന്നുണ്ടോ താൻ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കാതെ ഒരു കാര്യം ചെയ്യ്. താന് കുറച്ച് പേപ്പർ മേടിച്ചോണ്ട് വാ. ഇന്നാ പോയി മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, സാറേ പേപ്പർ മേടിക്കാനോ? പേപ്പർ മേടിച്ചിട്ട് വാ, അതെ തൊട്ടടുത്ത് കടയുണ്ട്, താൻ പോയി മേടിച്ചിട്ട് വാടോ. അത് പിന്നെ സാറേ പൈസയൊക്കെ താനിപ്പോ കൊടുക്ക്, എന്നിട്ട് ലാസ്റ്റ് കണക്ക് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം സച്ചിക്ക് എന്ത് ചെയ്യാനാ, സച്ചിക്ക് വേറൊരു നിവർത്തിയില്ല. അതുകൊണ്ട് സച്ചിക്ക് ഈ പോലീസുകാർ പറയുന്നത് കേട്ടേ പറ്റൂ. അവന്മാരോട് ധിക്കരിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിയുടെ വണ്ടി കൊടുത്തു വിട്ടില്ലെങ്കിൽ പിന്നെ അത് മതി. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മുടെ സച്ചിക്ക് വേറൊരു നിവർത്തി ഇല്ല കേട്ടോ. അപ്പൊ സച്ചി പേപ്പറൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. ഏതായാലും പേപ്പർ മേടിച്ചിട്ട് വന്നു. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിനെ വീണ്ടും ചായ മേടിക്കാൻ പറഞ്ഞു വിടാം. അപ്പൊ ഈ സീൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഒത്തിരി നീട്ടിക്കുറുക്കി പറയുന്നില്ല കേട്ടോ. അപ്പം സച്ചി ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് വട്ടം ചുറ്റുമാണ്. തന്റെ വണ്ടി ഇല്ലാതെ പോവില്ല എന്ന് തന്നെയാണ് സച്ചി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യാന്ന് വേണേ പറയാം. ഏതായാലും വണ്ടിയുടെ അടുത്ത് പോകുന്നു, വണ്ടിയുടെ പൊടി തൂത്ത് കളയുന്നു, കരിയില വീഴുമ്പോൾ അതെടുത്ത് കളയുന്നു, വണ്ടിയുടെ അടുത്ത് ഇങ്ങനെ കാവല് തന്നെ ഇരിക്കുന്നു. രേവതി ആണെങ്കിലോ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. തന്റെ ഭർത്താവ് ഭയങ്കരമായിട്ടും വിഷമത്തിലാണ്. സച്ചിയേട്ടൻ കുടിച്ചിട്ടില്ലായിരിക്കും. അപ്പം അത് മാത്രമല്ല, ആന്റണീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആന്റണി പറഞ്ഞായിരുന്നു, നിന്റെ ഭർത്താവ് ഇന്ന സമയത്ത് അവിടെ കയറി കുടിച്ചില്ലേടി, 12 മണിക്കോ 1 മണിക്കോ അങ്ങാണ്ട് അവിടെ കയറി കുടിച്ചില്ലേടി. ഈ നട്ടുച്ചയ്ക്ക് അവനോട് ആരാ പറഞ്ഞ് കയറി കുടിക്കാനായിട്ട്? അവൻ 12 മണിക്ക് കയറി കുടിച്ച് ലെവലും ഇല്ല ലക്കും ഇല്ലാതെ വണ്ടി ഓടിച്ചോണ്ട് പോയി പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പോ 12 മണി കറക്റ്റ് ആ ഒരു സമയം അറിയണമെങ്കിൽ ആന്റണിക്ക് ആ ഒരു ബാറുമായിട്ട് എന്തെങ്കിലും ബന്ധം കാണും, അല്ലെങ്കിൽ ആന്റണി അവിടെ കാണുമായിരിക്കും. അപ്പൊ സജിക്കല്ല രേവതിക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയിട്ട് രേവതി എന്ത് ചെയ്തു, ഏതായാലും തിരക്കിയിട്ട് തന്നെ കാര്യം. അപ്പം ബാറൊക്കെ തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രേവതി രാവിലെ സച്ചി പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയതെങ്കിൽ രേവതി ബാറിലേക്കാണ് പോകുന്നത്.
അപ്പം രേവതി ബാറിലേക്ക് പോകണം. അപ്പൊ ഇതിനു മുമ്പ് നമ്മുടെ ചന്ദ്രന്റെ കുറച്ച് സീൻ കാണിക്കുന്നുണ്ട്. അത് ഞാൻ വിശദീകരിച്ച് പറയാതെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേവതി എടുത്തു കൊടുത്ത വെള്ളം പോലും കുടിക്കാൻ തയ്യാറാവുന്നില്ല, രേവതി വിഷം കലക്കി കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാട്ടോ ഞാനത് റിപ്പീറ്റ് ചെയ്യാത്തെ. അപ്പം അതൊക്കെ കഴിഞ്ഞാട്ടോ നമ്മുടെ രേവതി ബാറിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മുടെ രേവതി ബാറിലേക്കൊക്കെ ബാറിലേക്ക് പോയപ്പോഴത്തേക്കും ബാറ് തുറന്നിട്ടില്ല. അപ്പൊ എന്താണ്, അപ്പം വെയിറ്റ് ചെയ്യാണ്. കുറെ കുടിയന്മാര് രാവിലെ മുതൽ വന്ന് അവിടെ വെയിറ്റ് ചെയ്ത് ഇരിപ്പുണ്ട്. കുറെ കുടിയന്മാരുണ്ട്. അവരെല്ലാം രാവിലെ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നെ അവിടെ നിൽക്കുകയാണ്. അപ്പം രേവതി ഒരു പെണ്ണാണല്ലോ, ഒരു പെണ്ണൊരു ബാറിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പം എല്ലാവർക്കും ഒരു അതിശയം സ്വാഭാവികമായിട്ടും തോന്നൂല്ലോ. അപ്പൊ കുടിയന്മാരാണെങ്കിൽ അയ്യോ കാലം പോയ പോക്കേ, നേരത്തെ ആണുങ്ങൾ മാത്രം നിന്ന സ്ഥാനത്താണ് ദേ ഒരു പെണ്ണ് സ്കൂട്ടിയായിട്ട് വന്നത് നിൽക്കുന്നത്. അപ്പൊ അതിലെ രണ്ട് പയ്യന്മാര് വന്നപ്പോ നമ്മുടെ രേവതി ഇങ്ങനെ ബാറ് തുറക്കുന്നത് നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്ത് ചെയ്തു ഇവന്മാര് വീഡിയോ പിടിക്കുക. ആഹാ, ഫേമസ് ആവാലോ, ഒരു പെണ്ണ് ബാറിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു, ക്യൂ നിൽക്കുന്നു, പിടിച്ചു കഴിഞ്ഞ് ഒരു ലൈവ് ഇട്ടാൽ മതിയല്ലോ, കത്തിക്കേറി പോകൂല്ലോ. അപ്പം ഇങ്ങനെ ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു സംഭവം കാണിച്ചു തരാം ഫ്രണ്ട്സ്. ദേ പണ്ടൊക്കെ ആണുങ്ങളായിരുന്നു ബാറിന്റെ മുമ്പിൽ, ഇപ്പം ദേ പെണ്ണുങ്ങൾ വരെയാണ് ബാറിന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇങ്ങനെ ചെയ്ത് നമ്മുടെ രേവതിനെ കാണിക്കുകയാണ്. അപ്പൊ രേവതി ഇത് കണ്ടു. രേവതി ഇത് കണ്ടിട്ട് താൻ എന്താണോ കാണിക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, അല്ല ഞാനേ ഒരു ചെറിയ വീഡിയോ ചെയ്തിടുവാ. താൻ ആരോട് ചോദിച്ചിട്ടാ വീഡിയോ എടുക്കുന്നത്? താൻ എന്നോട് ചോദിച്ചോ വീഡിയോ എടുത്തിട്ടെന്ന്? തന്നെപ്പോലെയുള്ള ആരോ ഒരു വീഡിയോ എടുത്തിട്ടേനാ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാമോ? നിർത്തിക്കോ, ഇവിടെ കൊണ്ട് നിർത്തിക്കോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവന്റെ ഫോൺ മേടിച്ച് അത് നിർത്തി വെക്കുകയാണ്. അത് ഞാൻ നിർത്തി വെച്ചിട്ട് പറഞ്ഞു ഫോണും കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും പറഞ്ഞു, ഷോ എന്താ മേഡം ഈ കാണിക്കുന്നത്? മേഡം, മലയാളി പെണ്ണുങ്ങൾ ഇങ്ങനെ വന്ന് നിന്ന് ബാറിന്റെ മുമ്പിലൊക്കെ വന്ന് നിന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റീച്ച് കിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അതിനിപ്പോ എന്താ പ്രശ്നം? നിനക്കൊക്കെ റീച്ച്, മറ്റുള്ളവരുടെ ജീവിതം കളഞ്ഞിട്ടാണോടാ റീച്ച് നേടുന്നത്? മര്യാദയ്ക്ക് പൊക്കോ, ഇല്ലെങ്കിൽ ഞാൻ കല്ല് വറക്കി എറിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അയാൾ അങ്ങ് പോയി കേട്ടോ. നമ്മുടെ രേവതിയുടെ വീഡിയോയും കൂടി ഇനിയിപ്പം പബ്ലിക് ആയെങ്കിൽ പിന്നെ പറയണ്ട, ഭാര്യയും ഭർത്താവും ഇത് തന്നെ പരിപാടി എന്ന് ഓർക്കും. ഏതായാലും ആ വീഡിയോ പബ്ലിക്കൊന്നും ആക്കിയില്ല. നമ്മുടെ രേവതി അത് നല്ല രീതിയിൽ തന്നെ ഇടപെട്ട് പറഞ്ഞു വിട്ടു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെ വെയിറ്റ് ചെയ്യുക തന്നെയാട്ടോ. അപ്പോഴാണ് ആ ഒരു ബാറിന്റെ മുതലാളി വരിക. ബാറിന്റെ മുതലാളി വന്ന് ബാറ് തുറന്നു. കുടിയന്മാരെല്ലാം കൂടെ അലിച്ച് തല്ലി അകത്ത് കയറി. കുടിയന്മാരെല്ലാം മുട്ടി നിൽക്കുമായിരുന്നു തോന്നുന്നു കുടിക്കാനായിട്ട്. എന്നിട്ട് അരച്ച് തല്ലി അകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ തിരിയൊക്കെ കൊളുത്തി കത്തിച്ചു. ഇപ്പൊ ബാറാണെങ്കിലും എന്താണെങ്കിലും മുതലാളിമാര് തിരി കൊളുത്തിയാണല്ലോ ആദ്യം അവരുടെ ദിവസം തുടങ്ങുന്നത്. അപ്പൊ വിളക്കൊക്കെ കത്തിച്ചു. അപ്പൊ നമ്മുടെ രേവതി നിൽക്കുന്നത് പെട്ടെന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഈ ഒരു ബാറിലെ മുതലാളിയാന്ന് തോന്നുന്നു ശ്രദ്ധിച്ചത്. മുതലാളി തന്നെയാണ്. അപ്പൊ ശ്രദ്ധിച്ചെന്ന് ചോദിച്ചു, ഹേയ് എന്താ ഇവിടെ? അതെ, പെണ്ണുങ്ങൾക്ക് ഇതിനകത്ത് പ്രവേശനമില്ലെന്ന് അറിയില്ലേ? അത് പിന്നെ ഞാന് വേറൊന്നിനുമല്ല. നിങ്ങൾ വന്നത് കള്ളു കുടിക്കാനല്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? പ്രശ്നം ഉണ്ടാക്കാതെ പൊക്കെ. ഇവന്മാരൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവന്മാരൊക്കെ വലിയ പ്രശ്നമാകുവേ. അതുകൊണ്ട് നിങ്ങൾ സ്ഥലം ഇടാൻ പറഞ്ഞപ്പം അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറയും. എന്ത് കാര്യമാണ് പറയാനുള്ളത്? അത് വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് മദ്യം കഴിച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ വൈറലായി. ഒരിക്കലും അത് എൻ്റെ ഭർത്താവല്ല. എൻ്റെ ഭർത്താവ് അങ്ങനെ മദ്യം കുടിച്ച് ഡ്രൈവ് ചെയ്യില്ല. എൻ്റെ ഭർത്താവ് മദ്യവും കുടിച്ചിട്ടില്ല. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഇവിടെ വന്നേന്ന് പറഞ്ഞപ്പോൾ ഓ മനസ്സിലായി. അവൻ കാരണം എൻ്റെ ബാറിനാ നാണക്കേട്. ഇവിടെ ഇരുന്നല്ലേ അവൻ കള്ളു കുടിച്ചത്. ഇവിടുത്തെ മുറ്റത്തു നിന്നല്ലേ അവൻ വണ്ടി എടുത്തോണ്ട് പോയത്. എൻ്റെ ബാറിന് വെറും നാണക്കേടായിപ്പോയി. അതെ, നിന്റെ ഭർത്താവ് കള്ളു കുടിച്ചിട്ടുണ്ട്. കാരണം ഈ ബാറിനകത്ത് വരുന്നവർ കള്ളു കുടിക്കാതെ പോകാറൊന്നുമില്ല. കള്ളു കുടിക്കാനാ സാധാരണ ബാറിൽ വരുന്നത്. അപ്പൊ നിന്റെ ഭർത്താവ് കള്ളു കുടിച്ചു കാണും. പിന്നെ ഭാര്യമാരുടെ മുമ്പിൽ ഏത് ഭർത്താക്കന്മാരാ കള്ളു കുടിച്ചു എന്ന് സമ്മതിക്കുന്നത്? എന്തെങ്കിലും തെറ്റ് സമ്മതിക്കുന്നത്? അങ്ങനെ ആരും സമ്മതിക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, ഇല്ല, എൻ്റെ സച്ചേട്ടന് അങ്ങനെ നുണയൊന്നും പറയാറില്ല. എന്നോട് സത്യം മാത്രമേ പറയാറുള്ളൂ. പ്ലീസ്, ഞാൻ ദയവേത് ഞാൻ കാല് പിടിക്കാം. ആ CCTV നോക്കിയിട്ട് ഞാൻ സമയം പറഞ്ഞാൽ ഒരു 10-12 മണിയാണ്. ആ ഒരു സമയത്തെ CCTV ദൃശ്യങ്ങൾ എനിക്ക് ഒന്ന് എടുത്ത് തരുമോന്ന് ചോദിച്ചപ്പോൾ CCTV ഫുട്ടേജിന്റെ കാര്യമാണോ കുട്ടി പറയുന്നത്? അതെ, പ്ലീസ് ഞാൻ കാല് പിടിക്കാം സാർ, കാല് പിടിക്കാം. എൻ്റെ ഭർത്താവ്
വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഉള്ളത്. ഒരിക്കലും എൻ്റെ ഭർത്താവ് കള്ളു കുടിക്കില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കള്ളു കുടിക്കുന്ന മനുഷ്യനൊക്കെ തന്നെയാ, പക്ഷെ ഒരിക്കലും ഡ്രൈവ് ചെയ്യില്ല. പ്ലീസാ ഒന്ന് നോക്കി എടുത്തു തരുമെന്ന് ചോദിച്ച് നമ്മുടെ രേവതി കാല് പിടിക്കുക. അപ്പൊ അയാൾ പറയുന്നുണ്ട്, പോ ഇവിടെ അതിനൊന്നും സമയമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് നമ്മുടെ രേവതി പറയും, നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്യുക? നിങ്ങൾ അത് പരിഹരിക്കാൻ നോക്കില്ലായിരുന്നോ? അതുപോലെ നിങ്ങളുടെ മകളാണെന്നൊന്ന് കരുതി ഒന്ന് പരിഹരിച്ചാൽ മതി പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അയാള് ഇവളെ കണ്ടിട്ട് എന്തോ സത്യസന്ധമായ കാര്യമുണ്ടെന്നാ തോന്നുന്നത്. ഏതായാലും ഇവക്കെ ആ CCTV ആ ഒരു ഫുട്ടേജ് ഒക്കെ കാണിച്ചു കൊടുക്കാൻ പറയാ. അങ്ങനെ നമ്മുടെ രേവതിക്ക് ആശ്വാസമായി. രേവതി ചെന്നപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, ചേച്ചി ഇവിടെ ഇരിക്കുക ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി ഇരുന്നു. അങ്ങനെ CCTV ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പരിശോധിക്കുകയാണ്. അപ്പോഴും അയാൾ പറയുന്നുണ്ട് കേട്ടോ, ആ CCTV ദൃശ്യങ്ങൾ കാണിക്കുന്ന ആള് പറയുന്നുണ്ട്, ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് മദ്യപിക്കാറൊക്കെ ഉള്ളതാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് മദ്യപിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എൻ്റെ ഭർത്താവ് ഇപ്പം മദ്യപിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാ. എൻ്റെ ഭർത്താവ് മദ്യപിച്ചിട്ടില്ല, ഡ്രൈവ് ചെയ്യുമ്പോൾ അദ്ദേഹം മദ്യപിച്ച് ഡ്രൈവ് ചെയ്യില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുകയാണ്. ഇങ്ങനെ CCTV ഫുട്ടേജ് ഒക്കെ ഇങ്ങനെ നോക്കി വന്നു. കറക്റ്റ് 12 മണിയുടെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതല്ലേ ചേച്ചിയുടെ ഭർത്താവ് ഇരുന്ന് മദ്യപിക്കുന്നത്? ഇല്ല, എൻ്റെ ഭർത്താവ് മദ്യപിക്കില്ല. പിന്നെ ചുമ്മയാണോ കുപ്പി കൈ വെച്ചോണ്ടിരിക്കുന്നത്? നോക്ക് ചേച്ചി കാണാം. അപ്പൊ കണ്ണു തുറന്ന് നോക്കാൻ പറയാം. അങ്ങനെ നമ്മുടെ രേവതി നോക്കുന്നു, കുപ്പി ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുന്നു, ഒഴിക്കുന്നു. പക്ഷെ ആ ഒഴിച്ചത് കൂടെയുള്ള മറ്റേ ആൾക്ക് കൊടുക്കുന്നു. ഇത് കണ്ടിട്ട് അയാളും പറഞ്ഞു, ശരിയാണല്ലോ ചേച്ചിയുടെ ഭർത്താവ് മദ്യപിച്ചിട്ടില്ല, ചേച്ചിയുടെ ഭർത്താവ് ഊറ്റി അടുത്തിരിക്കുന്ന ആൾക്കാ കൊടുത്തേക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, എന്റെ ഭർത്താവ് മദ്യപിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ല, ആ CCTV ഒന്നും കൂടെ ബാക്കിലേക്ക് എടുക്കുമെന്ന് ചോദിച്ചു. അപ്പം ഒന്നുകൂടെ ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ആന്റണീനെ കണ്ടത്. അപ്പോഴാണ് രേവതി, ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ, ഒന്ന് സ്റ്റക്ക് ചെയ്തേ ചേട്ടാ, ഇത് ആന്റണി അല്ലേ? അതെ, ഇത് ഞങ്ങളുടെ ശത്രുവാ, ഇവൻ ദുഷ്ടനാ. അപ്പം ഇവൻ വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്നുണ്ടോ? ഇവൻ തന്നെയാ എന്റെ ഭർത്താവിന്റെ വീഡിയോ എടുത്ത് വൈറലാക്കിയതും എന്റെ ഭർത്താവിനെ ഏറി കയറ്റിയതൊക്കെ ഇവൻ തന്നെയാന്ന് പറഞ്ഞു. ശരിയാണല്ലോ ചേച്ചി, അയാള് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. ചേച്ചി, ഇത് അയാള് നിങ്ങൾക്ക് ഇട്ട് പണിതാന്ന് പറഞ്ഞപ്പം, അതെ, ഇതെങ്ങനെയാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം? അത് പേടിക്കാനൊന്നുമില്ല ചേച്ചി. ഈ CCTV ചേച്ചിയുടെ ഫോണിലേക്ക് ഞാനങ്ങ് അയച്ചാൽ പോരെ? ഈ ഒരു ഫുട്ടേജ് ഈ ചേച്ചിയുടെ ഫോണിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ചേച്ചി ഈ ഫോൺ കൊണ്ട് കാണിച്ചാൽ മതി, പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഏതായാലും രേവതിക്ക് ആശ്വാസമായിട്ടോ. അപ്പോഴാണ് സത്യം പറഞ്ഞ രേവതി ദീർഘശ്വാസം വിട്ടതെന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല കുറ്റബോധം. സച്ചിനെ എന്തൊക്കെ പറഞ്ഞു, സച്ചിൻ ഇനി പറയാനൊന്നുമില്ല, അത്രമാത്രം സച്ചിനെ പറഞ്ഞില്ല. ആ ഒരു കുറ്റബോധം എല്ലാ രേവതിയുടെ മനസ്സിൽ കിടക്കായി. ഈ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചി പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ വണ്ടി ഇപ്പൊ കിട്ടുമോ, ഇപ്പൊ തരുമോ സാറേ, പ്ലീസ് സാറേ, സാറേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈയും കാലും ഒക്കെ പിടിക്കുക. അപ്പോഴത്തേക്കും അവന്മാര് പിന്നെയും പറയുന്നുണ്ട്, ഇല്ല തരില്ല, ഞങ്ങൾക്ക് ഇത് മേളീന്ന് വന്നതാണ്. അപ്പൊ മേളീന്ന് വന്നൊരു കേസായതുകൊണ്ട് തന്നെ തന്റെ ലൈസൻസ് വരെ കട്ടാക്കാൻ പോവുകയാണ്. കട്ടാക്കും ഉടനെ 1-2 ദിവസത്തിനുള്ളിൽ തന്റെ ലൈസൻസ് വരെ കട്ടാക്കും. താൻ സമൂഹത്തിന് എന്ത് കൊടുത്തിരിക്കുന്നത് ആ വീഡിയോയിലൂടെ? ഇതൊക്കെ വലിയ കുറ്റകരമാ, അറിയാമോ? ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലാഞ്ഞിട്ടാണ്. ഇതൊക്കെ വലിയ കുറ്റകരം മാത്രമല്ല, നിങ്ങളിപ്പോ ഇങ്ങനെ നടക്കേണ്ട ആളല്ല, നിങ്ങൾ ജയിലിൽ കൊണ്ടുവിടണ്ടെന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ ഇങ്ങനെ സച്ചിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. രേവതിയാണെങ്കിൽ ഫുട്ടേജ് ഒക്കെ എടുത്ത് വരികയാണ് കേട്ടോ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. ബാക്കി ഞാനിപ്പോ പറയുന്നില്ല. ഇനിയിപ്പോ നാളത്തെ കഴിഞ്ഞോ ഇനിയിപ്പോ അതിന്റെ കഴിഞ്ഞോ ഒക്കെ ഇവിടെ വരെ എത്തുമെന്നും അറിയില്ല. നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി നീട്ടി പറയുന്നില്ല കേട്ടോ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമേ. പിന്നെ നമ്മുടെ പുതിയ കഥയുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ അലീനയുടെ കഥ. അത് നമ്മുടെ റിയൽ സ്റ്റോറിയിൽ എന്നും ഇടുന്നുണ്ട്. ഫുൾ വിശേഷം ഇടുന്നുണ്ട്, പ്രമവിശേഷം ഇടുന്നുണ്ട്. വൈകിട്ട് 7 മണിക്കാണ് കഥ. ഞാൻ പ്രമവിശേഷം ഒരു 7:45 കൂടിയാണ് പ്രമവിശേഷം ഇടുന്നത്. ഫുൾ വിശേഷം രാവിലെ 9 മണിക്കാട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആരെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ റിയൽ സ്റ്റോറി ഒന്ന് അടിച്ചു നോക്കും കേട്ടോ. അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളും റിയൽ സ്റ്റോറിയെ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം എന്ന് പറയാൻ പറ്റില്ല, സോറി, എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. ഉച്ചയ്ക്ക് വീഡിയോ ചെയ്യുമ്പോൾ നല്ലൊരു ദിവസം, നല്ലൊരു സായാഹ്നം. ഇനിയിപ്പോൾ ഉച്ചയൊക്കെ ആയി, എല്ലാവരും ചോറൊക്കെ കഴിച്ചല്ലോ അല്ലേ? ഞാനും ചോറൊക്കെ കഴിച്ചിട്ടാണ് ചെയ്യാനൊക്കെ ഇരുന്നത്. ഇവിടെ ഈ നല്ല മഴയൊക്കെ ഉണ്ട്, എല്ലാവരും സേഫൊക്കെ ആയിട്ട് ഇരിക്കുന്നല്ലോ അല്ലേ? എല്ലായിടത്തും മഴയൊക്കെ ആയിരിക്കുന്ന അറിയാം. ഞാൻ ഒത്തിരി നാളായി എല്ലാവരോടും വിശേഷമൊക്കെ തിരക്കിയിട്ട്. ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം കമൻസ് ഒക്കെ കാണാറുണ്ട് എല്ലാവരുടെയും. മാക്സിമം ഞാൻ റിപ്ലൈ തരാനൊക്കെ ശ്രമിക്കാറുണ്ട്, റിപ്ലൈ തരാറുമുണ്ട്. പിന്നെ ഇവിടെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ ഇടുക്കി ആയതുകൊണ്ട് തന്നെ ചിലവർക്കൊക്കെ തോന്നും ഇടുക്കി വലിയൊരു മഴയും ഇതൊക്കെ വരുമ്പോൾ ഉരുളുപൊട്ടലൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണല്ലോ എന്ന്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ കട്ടപ്പന ടൗണിന്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്.
പിന്നെ ഇടുക്കിയിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലെന്ന് ഇത് ഇവിടെ മേഖലയില്ലേ, അതായത് ഇച്ചിരി ഉള്ളിലേക്ക് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ ഉരുളുപൊട്ടൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇടുക്കി സേഫ് ആണേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കാട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ. ടാറ്റാ, ബൈ ബൈ.